പ്രിയരെ, JK ഫാംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഫാം അഭിനിവേശം കാരണം ഞാൻ പലപ്പോഴും ധാരാളം ഫാമുകൾ വിസിറ്റ് ചെയ്യാറുണ്ട്, കർഷകരുമായി സംവദിക്കാറുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മളുടെ ഡയറി സംരംഭകത്വ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും ഫാം നടത്തിക്കൊണ്ട് വരുന്നവരും പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരുമായിട്ട് ഞാൻ സംവദിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയ ഒരു പ്രധാന വിഷയം, നമ്മുടെ ഫാമിൽ നിൽക്കാൻ യോഗ്യതയുള്ള പശു ഏത് എന്നതിനെക്കുറിച്ച് ഫാമേഴ്സിന് പൊതുവിൽ ധാരണയില്ല. പലപ്പോഴും പല ഫാമുകളിലും ഒരിക്കലും നിർത്തിക്കൂടാത്ത പശുക്കൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറയുകയായിരുന്നു, കഴിഞ്ഞ ഒരു കൊല്ലമായി അദ്ദേഹത്തിൻ്റെ ഫാമിൽ പ്രസവം നടന്നിട്ടില്ല. അത് വല്ലാത്തൊരു അപകടാവസ്ഥയാണ്. ഏതാണ്ട് 45ഓളം പശുക്കളുള്ള ഫാമാണെന്ന് ആലോചിക്കണം. അവിടെ കഴിഞ്ഞ ഒരു കൊല്ലമായി പ്രസവം നടന്നിട്ടില്ല. കൺസെപ്ഷൻ വളരെ മോശം, പ്രഗ്നൻസി റേറ്റ് വളരെ മോശം. ഇതിൽ പല പശുക്കളുടെയും ഡേയ്സ് ഇൻ മിൽക്ക് ഏതാണ്ട് 500 ദിവസം കടന്നു. ഡേയ്സ് ഇൻ മിൽക്ക് എന്താണെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരു ഫാം നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫാമിൻ്റെ ഡേറ്റ നോക്കിയിട്ട് ആ ഫാം ലാഭകരമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ ഈ ഡേയ്സ് ഇൻ മിൽക്ക് എന്തെന്ന് മാത്രം നോക്കിയാൽ മതി. ആവറേജ് കറവ കാലഘട്ടം. എനിക്ക് 2 പശുക്കളുണ്ട് എന്നിരിക്കട്ടെ. ഒരു പശു പ്രസവിച്ചിട്ട് 200 ദിവസമായി, അടുത്ത പശു പ്രസവിച്ചിട്ട് 100 ദിവസമായെങ്കിൽ ആവറേജ് ഡേയ്സ് ഇൻ മിൽക്ക് എന്ന് പറയുന്നത് 200 + 100/2 150 ദിവസമാണ്. ഒരു നല്ല ഫാമിൽ ആവറേജ് ഡേയ്സ് ഇൻ മിൽക്ക് എന്ന് പറയുന്നത് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു 150, 155, 160 അതിന് മുകളിൽ പോകുന്നതനുസരിച്ച് നമ്മളുടെ ലാഭം, ഉത്പാദനക്ഷമത എല്ലാം കുറഞ്ഞു വരും. അപ്പോൾ പല കാര്യങ്ങൾ നോക്കിയാൽ മാത്രമേ ഒരു ഫാം നന്നാകുകയുള്ളൂ. നല്ല പശുക്കളെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് മാത്രം കാര്യമില്ല, ഈ പശുക്കളെ നല്ലതുപോലെ നിലനിർത്തണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്, വിവിധ ഉത്പാദന കാലഘട്ടത്തിൽ വിവിധ ലാക്ടേഷൻ സ്റ്റേജിൽ ഉള്ള പശുക്കൾ നമ്മുടെ ഫാമിലുണ്ടാവും. അവർ യോഗ്യതയുള്ളവരാണോ അല്ലാത്തവരാണോ എന്ന് നമുക്കെങ്ങനെ നിശ്ചയിക്കാം? ആദ്യം നമുക്കറിയാം, നമ്മളൊരു പശു പ്രസവിച്ചാൽ അതിൻ്റെ പീക്ക് ഈൽഡിലേക്ക് വരാൻ ഒരു 30 ഡേയ്സ് എടുക്കും. ആദ്യ ദിനങ്ങളിൽ പാല് വളരെ കുറവായിരിക്കാം, പിന്നെ പതുക്കെ പാല് കയറി വരും. ഒരു 15-20 ദിവസമാകുമ്പോൾ നമുക്കറിയാം ഈ പശുവിൻ്റെ പോക്ക് എങ്ങോട്ടാണ്, എത്രത്തോളം പാല് തരുമെന്ന്. എങ്കിൽ കൂടെ നമുക്ക് ഒരു പീക്ക് ചെയ്യുന്നത് പല ഫാമുകളിലും അല്പം ലേറ്റായിട്ടാണ്. അത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. 50 ദിവസമൊക്കെ ആകുമ്പോഴാണ് പീക്ക് ചെയ്യുന്നത്. ഇത് നമുക്ക് കുറച്ചുകൂടെ നേരത്തെ ആക്കാൻ പറ്റുകയാണെങ്കിൽ, നല്ല ന്യൂട്രീഷൻ ഉള്ള നല്ല ഫീഡ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പീക്കിംഗ് നമുക്ക് നേരത്തെ ആക്കാം. പീക്ക് ഈൽഡ് പിന്നെ അത് കോൺസ്റ്റൻ്റായിട്ട് ഒരുപോലെ കുറച്ച് കാലം നിൽക്കും, ഒരു 3-3.5 മാസം നിൽക്കും. അതിനിടയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഞാൻ നേരത്തെ പല വീഡിയോകളിൽ സൂചിപ്പിച്ചതുപോലെ, 3 മാസത്തിനുള്ളിൽ നമ്മൾ 90 ദിവസത്തിനുള്ളിൽ പശുവിനെ വീണ്ടും ചന പിടിപ്പിക്കണം. 120 ദിവസത്തിന് ശേഷം ചന പിടിക്കുന്ന പശു ആ ഫാമിന് നഷ്ടമായിരിക്കും. ശരി, ഇനി ഞാൻ വീണ്ടും പറഞ്ഞതിലേക്ക് വരാം. ഒരു 4 മാസത്തോളം ചന പിടിക്കുകയാണെങ്കിൽ ഒരു 3 മുതൽ 4 മാസത്തോളം പശുവിൻ്റെ പാല് ഏതാണ്ട് ഒരുപോലെ നിൽക്കും. പിന്നെ പാല് പതുക്കെ കുറഞ്ഞ്, അപ്പോൾ മീഡിയം ലാക്ടേഷൻ നമുക്ക് വിളിക്കാം. പീക്ക് ലാക്ടേഷൻ കഴിഞ്ഞ് മീഡിയത്തിലേക്ക് അത് കുറച്ച് കാലം അങ്ങനെ പോകും. പിന്നെ വീണ്ടും വറ്റ് കറവ കാലം അഥവാ ലോ ലാക്ടേഷൻ പീരീഡിലേക്ക് പശു പോകും. ഈ ഓരോ ലാക്ടേഷനിലും പശു എത്ര നമുക്ക് വരുമാനം നൽകണം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. ആദ്യം നമുക്ക് പീക്ക് ലാക്ടേഷൻ, അതായത് ഏറ്റവും കൂടുതൽ പാൽ ലഭിക്കുന്ന ആദ്യ 4 മാസം ആ പശു എത്ര റിട്ടേൺസ് നമുക്ക് നൽകണം, നമുക്ക് വരുമാനം നൽകണമെന്നതിനെക്കുറിച്ച് സംസാരിക്കാം. 1.7 തവണ നമ്മൾ ചിലവാക്കുന്നതിൻ്റെ 1.7 തവണ 1.7 ടൈംസ് നമുക്ക് കിട്ടണം. അതായത് 100 രൂപ ചിലവാക്കുകയാണെങ്കിൽ 170 രൂപയുടെ പാല് ആ പശു തരണം. പാലിനെക്കുറിച്ച് മാത്രമേ പ്രതിപാദിക്കുന്നുള്ളൂ. 100 രൂപയ്ക്ക് നമ്മൾ ചിലവാക്കുമ്പോൾ ആ പശുവിന് നമ്മൾ ഒരു ചിലവാക്കുന്നത് 400 രൂപയുടെ ആഹാരമാണ് പ്രതിദിനം വന്നിരിക്കട്ടെ. 400 രൂപയുടെ ആഹാരവും പിന്നെ പരിചരണ ചിലവും ആവറേജ് പരിചരണ ചിലവും എല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു 400 രൂപയാണ് ചിലവാക്കുന്നതിരിക്കട്ടെ. ഈ ആഹാരം എന്ന് പറയുമ്പോൾ കോൺസെൻട്രേറ്റ്സ്, പിണ്ണാക്കുകൾ വരും, ഫോറേജ് എന്ന് പറഞ്ഞാൽ പുല്ല്, സൈലജ്, വൈക്കോൽ എന്നിവയുടെ മിശ്രിതം,
ഇത് വരും. ഇതെല്ലാം കൂടെ ചേർത്ത് 400 രൂപയാണ് ആ പശു നമ്മൾ പശുവിനെ ചിലവാക്കുന്നതെങ്കിൽ, പിന്നെ മറ്റ് ഇൻക്രിമെൻ്റൽ കോസ്റ്റുകൾ നമ്മൾ ചിലവാക്കുന്ന ഈ ആൾക്കാരെ നിലനിർത്തുന്നുണ്ട്, ഇവരുടെ എല്ലാ ചിലവൂടെ ചേർത്ത്, ആവറേജ് ചിലവൂടെ ചേർത്ത് 400 രൂപയാണ് ചിലവാക്കുന്നതെങ്കിൽ നമുക്ക് 400 × 1.7, 400 × 1.7, 680 രൂപ ആ പശു നമുക്ക് നൽകണം. ഇതാണ് പീക്ക് ലാക്ടേഷനിൽ 1.7 ടൈംസ്. നമുക്ക് 680 രൂപ കിട്ടണമെങ്കിൽ 50 രൂപ ആണ് പാല് എങ്കിൽ 680/50 13.6 ലിറ്റർ പാല് കിട്ടണം. ഈ 13.6 ലിറ്റർ പാല് ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല എന്നുള്ളത് വേറെ കാര്യം. കാരണം നമുക്ക് 400 രൂപയ്ക്ക് നല്ലൊരു പശുവിനെ പരിപാലിക്കാൻ 400 രൂപ പോരാ. നല്ലൊരു പശുവിനെ പരിപാലിക്കാൻ ഒരു ദിവസം ഒരു 600 രൂപ ചിലവാകും. അപ്പോൾ 600 × 1.7 ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. പാലിൻ്റെ വില ഒരു 50 രൂപ എന്ന് കണക്ക് വയ്ക്കുക. പാലിന് നമുക്ക് കിട്ടുന്ന 50 രൂപ എന്ന കണക്കാണെങ്കിൽ നമുക്കൊരു 1.7 ടൈംസ് നമുക്ക് കിട്ടണം. ഇനി അത് മീഡിയം ലാക്ടേഷൻ വരുമ്പോൾ പാല് സ്വാഭാവികമായിട്ടും കുറയുമല്ലോ. അപ്പോൾ നമുക്ക് 1.4 ടൈംസ് കിട്ടണം. എന്ന് പറഞ്ഞാൽ 100 രൂപ ചിലവാക്കുമ്പോൾ 140 രൂപ നമുക്ക് തിരികെ വരണം. ഇനി വീണ്ടും കുറച്ച് കാലം കൂടെ കഴിയുമ്പോൾ കറവ വീണ്ടും പറ്റും. പശു അടുത്ത പ്രസവത്തിൻ്റെയൊക്കെ കടക്കേണ്ട സമയമാകും. അതിനെ വറ്റ് കറവ കാലമെന്ന് നമ്മൾ പറയും. അപ്പോൾ പോലും പശു 1.2 ലിറ്റേഴ്സ് നൽകണം. അങ്ങനെ നൽകണമെങ്കിൽ നമ്മളുടെ പശുക്കൾ സമയത്തിന് ചെന പിടിക്കണം. ഈ വറ്റ് കറവ കാലത്തിൽ പോലും 1.2 ടൈംസ് നമുക്ക് നൽകണമെങ്കിൽ ഈ പശു സമയത്തിന് ചെന പിടിച്ചിരിക്കണം. അപ്പോൾ ഇത്തരം ആംഗിളിലൊക്കെ ഇതൊക്കെ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 1 വർഷം കൊണ്ടോ പോലും നമുക്ക് സാധ്യമാകില്ല. നമ്മുടെ ഫാം ശാസ്ത്രീയമായി പരിപാലിച്ച് നല്ല രീതിയിൽ ഒരു 1-2 കൊല്ലം പോകുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ നമുക്കൊരു കൺട്രോൾ വരുന്നത്. അല്ലാതെ ഒരു ബട്ടൺ അമർത്തി ഇതൊന്നും ശരിയാക്കിയെടുക്കാൻ പറ്റില്ല. ഇനി ഈ ലെവലിൽ ഒരു പശു നമ്മളുടെ ഫാമിൽ അത് പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ എന്ത് വേണം? ആ പശുവിനെ ഒഴിവാക്കണം. അതാണ് മാനേജ്മെൻറ്റ്. ആ പശുവിനെ ഒഴിവാക്കണം. നമ്മളുടെ ഫീഡിങ് കറക്റ്റാകുമ്പോൾ, ശാസ്ത്രീയമാകുമ്പോൾ, 24 മണിക്കൂറാകുമ്പോൾ, ഫോറേജിൻ്റെയും പിണ്ണാക്കുകളുടെ റേഷ്യോ കറക്റ്റാകുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആകും. അങ്ങനെ കുറച്ചു കാലം റൺ ചെയ്ത് പോകുമ്പോൾ പശുവിൻ്റെ ഡൈജഷൻ കറക്റ്റായി, പശുവിന് അസുഖം ഉണ്ടാകുന്നത് കുറയും, പശുവിൻ്റെ ബ്ലഡ് ഷുഗറും ബ്ലഡ് യൂറിയയും എല്ലാം കൺട്രോൾഡ് ലെവലിലാകും, കൺസീവ് ചെയ്യുന്നതിൻ്റെ നിരക്ക് നന്നായി കൂട്ടാൻ പറ്റും, പശുക്കൾ സമയാസമയങ്ങൾ പ്രസവിക്കും, പ്രോമിനൻ്റായി നല്ല രീതിയിലുള്ള ഹീറ്റ് കാണിക്കും, പശുക്കളെ കുത്തിവെച്ചാൽ ചനപിടിക്കും, പ്രഗ്നൻസിയും കൂടും. ഇങ്ങനെ ഫാം ലാഭകരമായി മാറും. ഈ ബിസിനസ് വളരെ നല്ല ഒരു ബിസിനസ് തന്നെയാണ്, ഭാവിയുടെ ബിസിനസ്സാണ്. പക്ഷേ പശു വളർത്തുന്നതിൽ ശാസ്ത്രീയത കൊണ്ടുവരാതെ നമ്മുടെ ഫാമേഴ്സിന് വിജയിക്കാനാകില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രതിപാദ്യം ഇതാണ്. പീക്ക് ലാക്ടേഷനിൽ 1.7 ഇരട്ടി നമ്മൾ ചിലവാക്കുന്ന തുകയുടെ 1.7 തവണ നമുക്ക് തിരികെ കിട്ടണം. അത് മീഡിയം ലാക്ടേഷനിലാകുമ്പോൾ 1.4, ലോ ലാക്ടേഷനിലാകുമ്പോൾ 1.2. നമുക്കറിയാം പശു ഡ്രൈ കാലത്തും കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴും കിടാരികളായിരിക്കുമ്പോഴും നമുക്കൊരു റിട്ടേൺസുമില്ല, നമ്മൾ അങ്ങോട്ട് ചിലവാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് എല്ലാം കൃത്യതയോടെ വരട്ടെ. ഞാൻ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ ചിന്താഗതി മാറണം. കുറച്ച് പശുക്കളെ വാങ്ങിച്ചുകൊണ്ടുവന്ന് വളർത്തുന്നു, ലാഭമാണെന്നൊരു അസംഷനിൽ നമ്മൾ ലാഭമാണെന്ന് തോന്നുന്നു, നമ്മൾ കരുതുന്നു, ഇങ്ങനെ പോകുന്നു. ഒരു സമയമാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന നഷ്ടമാണെന്ന്, പിന്നെ എല്ലാത്തിനും കൂടെ പറഞ്ഞ് വിൽക്കുന്നു. ഈ ലെവലിലേക്ക് നമ്മൾ ബുദ്ധിമുട്ടിലേക്ക് പോകരുത്. നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക. ഇതൊക്കെ വലിയ അറിവും പാണ്ഡിത്യവുമൊന്നുമല്ല, നമ്മളുടെ താല്പര്യമാണ്. നമ്മൾ ഇറങ്ങി നിൽക്കുന്ന ബിസിനസ്സിൽ നമ്മുടെ താല്പര്യമാണ്. എനിക്കെല്ലാം അറിയാം എന്ന ചിന്താഗതി നമ്മൾ മാറ്റിവെക്കണം. കാരണം ഈ മേഖലയിൽ വലുതായിട്ട് വിജയിച്ച കേരളത്തിൽ ഫാമേഴ്സ് ഇല്ല, കർഷകരില്ല. വളരെ രീതിയിൽ വിജയിച്ച പല ഫാമേഴ്സും ഇന്ത്യയിലുണ്ട്, വിദേശത്തുമുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ തന്നെ നമ്മൾ കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും നമ്മൾ അവരുമായിട്ട് സംബന്ധിച്ചിൻ്റെ അറിവുകൾ പരസ്പരം ഷെയർ ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്കും ഇത്തരം വെളിപാടുകളുണ്ടാകും. നമ്മളുടെ ഫാമിംഗ് കുറച്ചുകൂടെ മികച്ച രീതിയിൽ കൊണ്ടുവരാം. ദയവായി എല്ലാം അറിയാം, എനിക്കെല്ലാം അറിയാം, ഞാൻ ചെയ്യുന്നതാണ് ശരി എന്ന ചിന്താഗതി നമ്മളെല്ലാവരും ഉപേക്ഷിക്കണം. പകരം പരസ്പരം സംബന്ധിച്ചിട്ടുള്ള അറിവുകൾ
നമ്മൾ നല്ലതുപോലെ ഉപയോഗിച്ച് നമുക്കും ഫാമിങ്ങിൽ വൻ വിജയഗാഥകൾ സൃഷ്ടിക്കാനാകും. ഇനിയും അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായി ഞാൻ തിരികെ വരാം. ഏവർക്കും നല്ലത് വരട്ടെ. ഗോഡ് ബ്ലസ്.